Morning. Okay. ഇപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തു നിർത്തിയത് നാച്ചുറോപ്പതി വരെയാണ് അല്ലെ. നാച്ചുറോപ്പതി എന്താണെന്ന് വരെ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. മോഡേൺ അലോപ്പതിക് ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ. മോഡേൺ ഹെൽത്ത് കെയർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് മോഡേൺ ഹെൽത്ത് കെയർ സിസ്റ്റം എന്ന് പറയുന്നത്? ഏതിനെയാണ്? മോഡേൺ ഹെൽത്ത് കെയർ സിസ്റ്റം എന്ന് പറയുന്നത് അലോപ്പതിക് സിസ്റ്റത്തിനെയാണ് നമ്മൾ മോഡേൺ സിസ്റ്റം എന്ന് പറയുന്നത് അല്ലെ, ഹെൽത്ത് കെയർ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ നമുക്ക് നോക്കാം. ദ മോഡേൺ health care system in India includes the public sector, private sector and an informal. എന്താണ്? പേജ് നമ്പർ പറഞ്ഞതാണ് അല്ലെ. ഓക്കെ, പേജ് നമ്പർ 4. The modern allopathic system, healthcare system in India includes the public sector, private sector and an informal network of care providers. അപ്പോ ഇങ്ങനെയുള്ള ഈ മോഡേൺ അലോപ്പതിക് സിസ്റ്റത്തിന്റെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് 3 കാര്യങ്ങളാണ്. ഏതൊക്കെയാണ്? പബ്ലിക് സെക്ടർ. എന്താണ് പബ്ലിക് സെക്ടർ എന്ന് പറഞ്ഞാൽ? പബ്ലിക് സെക്ടർ ഗവൺമെന്റ് അല്ലെ, ഗവൺമെന്റ്. ഓക്കെ, ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ആണ് പബ്ലിക് സെക്ടർ എന്ന് പറയുന്നത്. ഇനി പ്രൈവറ്റ് സെക്ടർ എന്ന് പറഞ്ഞാലോ? പ്രൈവറ്റ് എന്താണ്? ക്ലിനിക്കുകള് അല്ലെ, സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങൾ. സ്വകാര്യ സെക്ടർ, സ്വകാര്യ ഹോസ്പിറ്റൽസ് എന്നൊക്കെ പറയാം. ക്ലിനിക്കുകള്, അതൊക്കെയാണ് അതിന് എക്സാമ്പിൾ. ഇനി എന്താണ്? ആൻഡ് ഇൻഫോർമൽ നെറ്റ്വർക്ക് ഓഫ് കെയർ പ്രൊവൈഡേഴ്സ് എന്ന് പറഞ്ഞാല് ആതുര സേവന രംഗം. ആതുര സേവന രംഗം. ഇപ്പോ വീൽ ചെയറിൽ കിടക്കുന്ന, ഫോർ എക്സാമ്പിൾ പറയാം, വീൽ ചെയറിൽ കിടക്കുന്ന പേഷ്യൻസ്, അവർക്കൊക്കെ എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഹോസ്പിറ്റലുകളിൽ പോകാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ അവരെ എടുത്തുകൊണ്ട് പോവാനായിട്ട് ചില ആൾക്കാർ വരുന്നുണ്ട്. ആരൊക്കെയാണ്? ആംബുലൻസ് സർവീസുകൾ ഇല്ലേ? അപ്പൊ അവരൊക്കെ വന്നിട്ടാണ് രോഗികളെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നത് അല്ലെ. അവരെ പറയുന്നതാണ് എന്ത്? ഈ ഇൻഫോർമൽ നെറ്റ്വർക്ക് ഓഫ് കെയർ പ്രൊവൈഡേഴ്സ്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോ മോഡേൺ അലോപ്പതിക് സിസ്റ്റത്തിൽ ആരൊക്കെയാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്? പബ്ലിക് സെക്ടർ ഉണ്ട്, പ്രൈവറ്റ് സെക്ടർ ഉണ്ട്, ഇൻഫോർമൽ നെറ്റ്വർക്ക് ഓഫ് കെയർ പ്രൊവൈഡേഴ്സ്. ഓക്കെ, മോഡേൺ മരുന്നുകളുടെ ആ കാലഘട്ടത്തില്, ആരംഭത്തില് ബ്രിട്ടീഷുകാര് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാരുണ്ടായിരുന്നു. അപ്പോ മോഡേൺ ഹോസ്പിറ്റൽ പോലെ തന്നെ അവരെന്താണ്, ഈ മോഡേൺ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ ഒരു കോൺട്രിബ്യൂഷൻ ആണ്. അതുപോലെ തന്നെ അവർ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. എയർവേസ്, റെയിൽവേസ്, അതുപോലെ മെഡിക്കൽ രംഗങ്ങള്, മെഡിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ ഇതൊക്കെ അവര് എന്ത് ചെയ്തതാണ്? കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഓക്കെ, അതും കൂടി നോർത്ത് വെക്കാം. ഇനി വരുന്ന പോർഷനിൽ നമുക്ക് പഠിക്കാനുണ്ട്. നോക്കാം. India's health care system can be classified, categorized into 3 distinct phases. Okay, India's health system can be categorized into 3 distinct phases. 3 ഫേസുകളായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇന്ത്യൻ ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ. ഫസ്റ്റ് ഫേസ് നോക്കിയേ. In the initial phase 1947 to 1983 വരെയുള്ള കാലഘട്ടമാണ് ഇനീഷ്യൽ ഫേസ്. ആരംഭം അല്ലെ, ഇനീഷ്യൽ ആയിട്ടുള്ള ഫസ്റ്റ് ഫേസ് ആയിട്ട് പറയുന്നത്. ഹെൽത്ത് പോളിസി വാസ് thought to be based on two broad principle. 2 പ്രിൻസിപ്പിൾ ആണ് അതിൽ പറയുന്നത്. ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്താണെന്ന് നോക്കിയേ. None should be denied health care because of the lack of pay. എന്താണ് പറയുന്നത്? എന്താണ് ഡിനൈഡ് എന്ന് പറഞ്ഞാല്? എന്താണ് ഡിനൈഡ്?
എന്താ ഡിനൈഡ്? എന്താണ് മീനിങ്? നിഷേധിക്കുക അല്ലെ? ഓക്കെ, വെരി ഗുഡ്. നിഷേധിക്കുക. ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഒന്നുകൂടി നോക്കാം. None should be denied health care because of the lack of pay. ഇവിടെ പറയുന്നത് എന്താണ്? ഇവിടെ പറയുന്നത് പണമില്ലാത്തത് മൂലം ഹെൽത്ത് കെയർ ആർക്കും നിഷേധിക്കാൻ പാടില്ല. ഓക്കെ, ഫസ്റ്റ് പ്രിൻസിപ്പിൾ ആണ് എന്ത്? പണമില്ലാത്തത് മൂലം ഹെൽത്ത് കെയർ ആർക്കും നിഷേധിക്കാൻ പാടില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മോഡേൺ ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ ആ കാലഘട്ടത്തില് ബ്രിട്ടീഷുകാർ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു അല്ലെ? ബ്രിട്ടീഷുകാരുള്ളപ്പോ പ്രോപ്പർ ആയിട്ട് ചികിത്സകള് കിട്ടാതെ വന്നിട്ടുണ്ട് ഇന്ത്യയിലെ ആളുകൾക്ക്. അപ്പോ ഏറ്റവും ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തില് പണ്ടുള്ള സിനിമയിലൊക്കെ നമ്മൾ കാണാറുണ്ടല്ലേ, ബ്രിട്ടീഷുകാരുടെ വന്നപ്പോ ആരൊക്കെയാണ് അവിടെ ഭരിച്ചിരുന്നത്, ആരൊക്കെയാണ് ആ ജന്മിമാര്, അടിയാന്മാര്, അങ്ങനെയുള്ളവര്, അവർക്കായിരുന്നു അവിടെ ഭരണം. അപ്പോ അവർക്കാണ് മുൻഗണന നൽകിയിരുന്നത്. ഇനി പാവപ്പെട്ടവർ എന്താണ്, ഏറ്റവും ലോ ലെവലിലുള്ള ആൾക്കാർക്ക് ഇങ്ങനെയുള്ള ചികിത്സകൾ നിഷേധിച്ചിരുന്നു. പിന്നീട് അവര് പോയതിനു ശേഷം, ബ്രിട്ടീഷുകാര് നമ്മുടെ നാട്ടിൽ നിന്ന് പോയതിനു ശേഷം എന്ത് ചെയ്തു? ഇന്ത്യൻ ഗവൺമെന്റ് ആ പ്രിൻസിപ്പിൾ മാറ്റി എഴുതി. എന്തായിരുന്നു ആ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്? പണമില്ലാത്തവനോ പാവപ്പെട്ടവനെന്നോ ഇല്ലാതെ ഏത് സമയത്തും ചികിത്സ കിട്ടാനുള്ള അവകാശമുണ്ട്. എല്ലാവർക്കും എന്ത് അവകാശമുണ്ട്? ഏത് സമയത്തും ഹെൽത്ത് കെയർ കിട്ടാനായിട്ടുള്ള, ചികിത്സകൾ കിട്ടാനായിട്ടുള്ള അവകാശമുണ്ട്. പണമില്ലാത്തവനോ പാവപ്പെട്ടവനോ എന്നോ ഇല്ലാതെ ഏത് സമയത്തും ചികിത്സ കിട്ടാനായിട്ടുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. ഇതാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ. ഓക്കെ ആണോ? നെക്സ്റ്റ് നോക്കാം. ഇറ്റ് വാസ് ദ നോർമൽ duty of the state to provide health care to the people. This phase shows moderate achievements. അപ്പൊ എന്താണ് രണ്ടാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്? It was the moral duty of the state to provide health care to the people. എന്താണ് രണ്ടാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്? ഒരു സ്റ്റേറ്റിന്റെ മോറൽ ഡ്യൂട്ടി ആയിട്ട് മാറി എന്ത്? എല്ലാവർക്കും ഹെൽത്ത് കെയർ കൊടുക്കുക എന്നുള്ളത്. മനസ്സിലായോ? സ്റ്റേറ്റിന്റെ മോറൽ ഡ്യൂട്ടി ആയിട്ട് മാറി എന്ത്? എല്ലാ ജനങ്ങൾക്കും ഹെൽത്ത് കെയർ കൊടുക്കുക എന്നുള്ളത്. ഇതാണ് രണ്ടാമത്തെ പ്രിൻസിപ്പിൾ ആയിട്ട് വരുന്നത്. ക്ലിയർ ആയോ? രണ്ട് പ്രിൻസിപ്പിൾ ആണ് പറയുന്നത്. ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്താ പറഞ്ഞത്? പാവപ്പെട്ടവനെന്നോ പണമില്ലാത്തവനെന്നോ ഇല്ലാതെ എല്ലാവർക്കും ചികിത്സ കിട്ടണോ അല്ലെ? ആരെയും നിഷേധിക്കാൻ പാടില്ല, ചികിത്സ നിഷേധിക്കാൻ പാടില്ല. പണമില്ലാത്തവനോ പാവപ്പെട്ടവനെന്നോ ഇല്ലാതെ ഏത് സമയത്തും ചികിത്സ കിട്ടാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ രണ്ടാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാല് സ്റ്റേറ്റിന്റെ ഒരു മോറൽ ഡ്യൂട്ടി ആയിട്ട് മാറി എല്ലാ ജനങ്ങൾക്കും ഇങ്ങനെയുള്ള ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ഇപ്പൊ നിങ്ങള് പഠിച്ചിട്ടുണ്ടാവും ചെറിയ ക്ലാസ്സുകളിലൊക്കെ എന്താണ് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എന്താണ് കമ്പൽസറി ആയിട്ട് എഡ്യൂക്കേഷൻ കൊടുക്കണം എന്നുള്ളത് അല്ലെ? അപ്പം അതുപോലെ തന്നെയാണ് ഈ സ്റ്റേറ്റിന്റെ ഒരു ഡ്യൂട്ടി എന്ന് പറഞ്ഞാല് എല്ലാവർക്കും എന്താണ് ഹെൽത്ത് കെയർ കൊടുക്കുക എന്നുള്ളത് സ്റ്റേറ്റിന്റെ ഒരു മോറൽ ഡ്യൂട്ടി ആയിട്ട് മാറി. ഇനി സെക്കൻഡ് ഫേസ്. ഫസ്റ്റ് ഫേസ് ഓക്കെ ആണോ? ഫസ്റ്റ് ഫേസിന്റെ ഇയർ ഓർത്ത് വെക്കാം. എന്താണ്? 1947 to 1983. അതുപോലെ രണ്ട് പ്രിൻസിപ്പിൾസും ഓർത്ത് വെക്കാം. ഈ സെക്കൻഡ് ഫേസ് നോക്കാം. It is in the second phase of 1983 to 2000. ഫസ്റ്റ് ലൈൻ അണ്ടർലൈൻ ചെയ്യാം. എല്ലാവർക്കും ടെക്സ്റ്റ് ബുക്ക് കിട്ടിയോ? കിട്ടി. ഓക്കെ, അപ്പോ ഫസ്റ്റ് ലൈൻ അണ്ടർലൈൻ ചെയ്യാം. A national health policy was proclaimed for the first time in 1983. കിട്ടിയിട്ടില്ല? ഓക്കെ, കിട്ടാത്തവര് ലെക്ചർ നോട്ട് നിർബന്ധമായിട്ടും എഴുതി വെക്കാം കേട്ടോ. അപ്പൊ എന്താണ്
ഫസ്റ്റ് ലൈൻ എന്താണ് പറയുന്നത്? നാഷണൽ ഹെൽത്ത് കെയർ പോളിസി അല്ലെ, നാഷണൽ ഹെൽത്ത് പോളിസി വാസ് പ്രൊക്ലൈംഡ്. പ്രൊക്ലൈംഡ് എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? പ്രൊക്ലൈംഡ് എന്താ മീനിങ്? പ്രൊക്ലൈംഡ് അറിയില്ല. ഓക്കെ, പ്രൊക്ലൈംഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിളംബരം ചെയ്യപ്പെട്ട, വിളംബരം ചെയ്യപ്പെട്ട. ഓക്കെ, ഇപ്പൊ നാഷണൽ ഹെൽത്ത് കെയർ പോളിസി വന്നിരിക്കുന്നത് എപ്പോഴാണ്? 1983 അണ്ടർലൈൻ ചെയ്യാം, ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ടെക്സ്റ്റ് നോട്ടായിട്ട് എഴുതി വെക്കാം. ടെക്സ്റ്റ് ഇല്ലാത്തവര്, ടെക്സ്റ്റ് ഉള്ളവര് ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ് പറയുമ്പോ അവിടെ ലെക്ചർ നോട്ടായിട്ട് അതിന്റെ അടിയിൽ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം. നാഷണൽ ഹെൽത്ത് പോളിസി വന്നിരിക്കുന്നത് 1983 which pronounced clearly the need to encourage private initiatives in healthcare services delivery. The policy also intensified the access to publicly funded primary health care, facilitating expansion of health facilities in rural areas through the national health programs, NHPs. Okay, NHPs ന്റെ അവിടെ കൂടി ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. എക്സ്പാൻഡ് NHPs എന്ന് ചോദിക്കാറുണ്ട്. ഓക്കെ, നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ്. അപ്പൊ എന്താണ് സെക്കൻഡ് ഫേസിൽ പറയുന്നത്? സെക്കൻഡ് ഫേസിൽ പറയുന്നത് നാഷണൽ ഹെൽത്ത് പോളിസി വന്നിരിക്കുന്നത് 1983 അതുപോലെ തന്നെ ഈ 1983 വരെ സ്റ്റേറ്റിന്റെ ഒരു ഡ്യൂട്ടി ആയിരുന്നു എന്ത്? ജനങ്ങൾക്ക് ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുക എന്നത്. ഇനി 1983 ശേഷം ഗവൺമെന്റ് പ്രൈവറ്റ് സ്ഥാപനങ്ങളുമായിട്ട് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഹെൽത്ത് കെയർ കൊടുത്തിരുന്നത്. 1983 ശേഷം ഗവൺമെന്റ് എന്ത് ചെയ്തു? പ്രൈവറ്റ് സ്ഥാപനങ്ങളെയും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ജനങ്ങൾക്ക് ഹെൽത്ത് കെയർ കൊടുക്കാനായിട്ട് തുടങ്ങി. കാരണം എന്താവാം? ഒരു എന്താണ് എക്കണോമിക് പ്രോബ്ലംസ് ആവാം. അതുപോലെ തന്നെ ഗവൺമെന്റില് അത്രയ്ക്ക് ഹെൽത്ത് കെയർ കൊടുക്കാൻ വേണ്ടതായിട്ടുള്ള സ്റ്റാഫുകളുടെ അഭാവം, കുറവ്, ഇതൊക്കെയാണ് പല പ്രശ്നങ്ങൾക്കും കാരണമായി. അങ്ങനെ ഗവൺമെന്റ് എന്ത് ചെയ്തു? പ്രൈവറ്റ് സ്ഥാപനങ്ങളെയും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ഹെൽത്ത് കെയർ കൊടുക്കാനായിട്ട് തുടങ്ങി. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ നാട്ടിലൊക്കെ ചെറിയ ചെറിയ ഹോസ്പിറ്റലുകള് ഉണ്ടായി തുടങ്ങിയത്. പ്രൈവറ്റ് ആയിട്ടുള്ള ചെറിയ ചെറിയ ഹോസ്പിറ്റൽ സ്ഥാപനങ്ങൾ ഉണ്ടാകാനായിട്ട് തുടങ്ങിയത്. അതുപോലെ തന്നെ NHPs എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ് ആണ്. ഒരു എന്താണ് ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഇപ്പൊ ഇന്ത്യയില് കുറേയധികം ഗ്രാമപ്രദേശങ്ങളുണ്ടല്ലേ. അപ്പൊ എന്താണ് അവിടേക്കൊക്കെ എന്താണ് അത്രയധികം പണമില്ലാത്തവർക്കൊക്കെ എന്താണ് അവിടേക്ക് ചെറിയ ചെറിയ ഗ്രാമപ്രദേശം ആയതുകൊണ്ട് തന്നെ ഹെൽത്ത് കെയർ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചേരാനായിട്ട് അവർക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോ എന്ത് ചെയ്തു? ഇങ്ങനെ ഈ സിനിമയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഇങ്ങനെ എന്താ ഗ്രാമപ്രദേശങ്ങളിൽ അല്ലെങ്കിൽ കാട്ടുപ്രദേശങ്ങളിലൊക്കെ ഈ മെഡിക്കൽ ക്യാമ്പുകൾ നടത്തുന്നത്? ഈ തമിഴ് സിനിമയിലൊക്കെ നമ്മൾ കാണാറുണ്ടല്ലേ, നമ്മുടെ സിനിമയിലും കാണാറുണ്ട്. എന്നാലും കൂടുതലായിട്ട് അവിടെ കാണാറുണ്ടല്ലോ ഇങ്ങനെ ചെറിയ ചെറിയ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ മെഡിക്കൽ ക്യാമ്പുകൾ അവർ നടത്താറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? അവിടെയുള്ള ആളുകൾക്ക് ചികിത്സ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്, അവർക്ക് ഹോസ്പിറ്റലിലും എത്തിച്ചേരാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് കൊടുക്കാൻ കൂടുതൽ നല്ല രീതിയിലുള്ള ഹെൽത്ത് കെയർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഈ മെഡിക്കൽ ക്യാമ്പുകളൊക്കെ തുടങ്ങുന്നത്. അതിനൊരു എക്സാമ്പിൾ ആണ് ഇത് നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ് എന്ന് പറയുന്നത് കേട്ടോ. ഗവൺമെന്റുകൾ എല്ലായിടത്തും എത്തിച്ചേരാനായിട്ട് പറ്റാത്തത് കൊണ്ട് എന്ത് ചെയ്തു? ഈ പ്രൈവറ്റ് സ്ഥാപനങ്ങളെ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ഹെൽത്ത് കെയർ കൊടുക്കാനായിട്ട് തുടങ്ങി. അതാണ് സെക്കൻഡ് സ്റ്റേജിൽ പറയുന്നത്. ഓക്കെ ആണോ? സെക്കൻഡ് സ്റ്റേജിൽ എന്താ പറഞ്ഞത്? 1983 നാഷണൽ ഹെൽത്ത് കെയർ പോളിസി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ പറഞ്ഞത് എന്താണ്? സ്റ്റേറ്റിന്റെ ഒരു പ്രധാന ഡ്യൂട്ടി ആയിരുന്നു എല്ലാ ജനങ്ങൾക്കും ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുക എന്നത് അല്ലെ. അതുപോലെ തന്നെ 1983 തുടങ്ങിയാണ് ഇങ്ങനെയുള്ള ഒരു സ്റ്റേറ്റിന്റെ ഒരു ഡ്യൂട്ടി ആയിട്ട് വന്നത്. 1983 ശേഷം ഗവൺമെന്റ് സ്ഥാപനങ്ങൾ എന്ത് ചെയ്തു?
അവർക്ക് പല പ്രശ്നങ്ങളും പെടുന്നത് കൊണ്ട് തന്നെ എന്താണ് എക്കണോമിക് പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഗവൺമെന്റിൽ അത്രയധികം എംപ്ലോയീസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഹെൽത്ത് കെയർ കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. അതുകൊണ്ട് എന്ത് ചെയ്തു? ഗവൺമെന്റ് സ്ഥാപനങ്ങള് പ്രൈവറ്റ് സ്ഥാപനങ്ങളെയും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ഹെൽത്ത് കെയർ കൊടുക്കാനായിട്ട് തുടങ്ങി. ഓക്കെ, അതിനൊരു ഉദാഹരണങ്ങളാണ് നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ്, മെഡിക്കൽ ക്യാമ്പുകളൊക്കെയാണ് അവിടെ അതിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് കേട്ടോ. ഓക്കെ ആണോ? ഇനി തേർഡ് ഫേസ് നോക്കാം. തേർഡ് ഫേസ് എന്ന് പറയുന്നത് തേർഡ് ഫേസ് പോസ്റ്റ് പറയാം. ഫസ്റ്റ് തുടങ്ങി ഒന്നുകൂടി പറയാം കേട്ടോ മിസ്. തേർഡ് ഫേസും കൂടി ഒന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഒന്നുകൂടി ക്രോഡീകരിച്ച് പറയാം. തേർഡ് ഫേസ് എന്ന് പറയുന്നത് പോസ്റ്റ് 2000. ഓക്കെ, 2000 മുതൽ ഇന്നെത്തി നിൽക്കുന്നത് വരെയുള്ള കാലഘട്ടം, ഹെൽത്ത് കെയർ എത്തി നിൽക്കുന്നത് വരെയുള്ള കാലഘട്ടമാണ് ഇവിടെ പറയുന്നത്. Witnessing a further shift and painting of focus, the current phase addresses main issues such as public-private partnership, liberalization of insurance sector, and government as a financer. ഇപ്പൊ 3 കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ഗവൺമെന്റിന് തന്നെ ഹെൽത്ത് കെയർ കൊടുക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ എന്തിനേയും കൂടി ചേർത്തിട്ടുണ്ട്. ആരുടെ സഹായം കൂടി വന്നു അവിടെ ഹെൽത്ത് കെയർ കൊടുക്കാനായിട്ട്? ആരുടെ സഹായം വന്നത്? അല്ലെങ്കിൽ ആരുടെ സഹായം കൂടി അവര് ചോദിച്ചു? ആരൊക്കെ കൂടിയാണ് ഹെൽത്ത് കെയർ ജനങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തുടങ്ങിയത്? പ്രൈവറ്റിനെയും കൂടി ചേർത്തുകൊണ്ടല്ലേ. അപ്പൊ എന്താണ്? പ്രൈവറ്റ് പാർട്ണർഷിപ്പ് ആയിട്ട് മാറി അല്ലെ, പ്രൈവറ്റ് പബ്ലിക് പാർട്ണർഷിപ്പിലേക്ക് വന്നു. ഓക്കെ, ഇനി എന്താണ്? ലിബറലൈസേഷൻ ഓഫ് ഇൻഷുറൻസ് സെക്ടർ, ഇൻഷുറൻസ് സർവീസുകൾ അല്ലെ, ഇൻഷുറൻസുകൾ നമ്മള് ഇപ്പോ എന്താണ്, ഇപ്പോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഇൻഷുറൻസ് കവറേജുകൾ കിട്ടാറുണ്ട് അല്ലെ. അതുപോലെ തന്നെ എന്താണ് ആരോഗ്യ കാർഡുകൾ, RSBY കാർഡുകൾ ഇല്ലേ, നമ്മുടെ വീട്ടിലേക്ക് ഉണ്ടാവുമല്ലോ ആരോഗ്യത്തിന്റെ. ഓക്കെ, RSBY കാർഡുകൾ, അങ്ങനെയുള്ള സർവീസുകൾ കൊടുക്കാനായിട്ട് തുടങ്ങി ജനങ്ങൾക്ക്. അതുപോലെ തന്നെ ഇപ്പോ ഇങ്ങനെയുള്ള ഇൻഷുറൻസ് കൊടുക്കുന്നത് ആരാണ്? ഗവൺമെന്റ് ആസ് എ ഫിനാൻഷ്യർ അല്ലെ, ഗവൺമെന്റിൽ നിന്നാണ് ഇങ്ങനെയുള്ള സർവീസുകൾ ജനങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഗവൺമെന്റ് എന്ന് പറയുന്നത് ആരായിട്ട് മാറി? ഫിനാൻഷ്യർ ആയിട്ട് മാറി. ഓക്കെ, അപ്പൊ 3 കാര്യങ്ങളാണ് അവിടെ പറഞ്ഞത്. പ്രൈവറ്റ് പബ്ലിക് പാർട്ണർഷിപ്പ്, അതുപോലെ തന്നെ ലിബറലൈസേഷൻ ഓഫ് ഇൻഷുറൻസ് സെക്ടർ, ഗവൺമെന്റ് ആസ് എ ഫിനാൻഷ്യർ. ക്ലിയർ ആയോ? കണക്ഷൻ കിട്ടിയോ തേർഡ് ഫേസിന്റെ? ഓക്കെ ആണോ? അപ്പൊ ഒന്നും കൂടി മിസ് പറയാം. എന്താണ് മോഡേൺ അലോപ്പതിക് സിസ്റ്റത്തിന്റെ 3 ഫേസസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇനീഷ്യൽ ഫേസസിന്റെ ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 47 to 83 ആണ്. അതിനകത്ത് 2 പ്രിൻസിപ്പിൾ ആണ് പറയുന്നത്. ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്താണ് പറയുന്നത്? പണമില്ലാത്തത് മൂലം ആർക്കും ഹെൽത്ത് കെയർ നിഷേധിക്കാനായിട്ട് പാടില്ല. അതെന്താ? അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മോഡേൺ ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ ആ കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത് ബ്രിട്ടീഷുകാരായിരുന്നു. ബ്രിട്ടീഷുകാർ വന്നപ്പോ അവിടെ നമ്മുടെ രാജ്യം ഭരിച്ചിരുന്നത് ആരായിരുന്നു? ജന്മിമാര്, അതുപോലെ അണിയാന്മാരൊക്കെ ആയിരുന്നു. അപ്പൊ അവർക്കായിരുന്നു നല്ല രീതിയിലുള്ള ഒരു മുൻഗണന കൊടുത്തിരുന്നത്. പാവപ്പെട്ടവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ എന്താണ് ഇപ്പോ ആരോഗ്യ കാര്യങ്ങളൊക്കെ നിഷേധിച്ചിരുന്നു, ഹെൽത്ത് കെയർ കൊടുക്കുന്നതൊക്കെ നിഷേധിച്ചിരുന്നു. ഇനി ബ്രിട്ടീഷുകാര് പോയതിനു ശേഷം ഇന്ത്യൻ ഗവൺമെന്റ് ഈ പ്രിൻസിപ്പിളിന് മാറ്റം വരുത്തി എന്ത് ചെയ്തു? പണമില്ലാത്തവനെന്നോ പാവപ്പെട്ടവനെന്നോ ഇല്ലാതെ എല്ലാവർക്കും ഹെൽത്ത് കെയർ കൊടുക്കുക എന്നുള്ള പ്രിൻസിപ്പിളിലേക്ക് വന്നു. അതാണ് ഫസ്റ്റ് പോയിന്റ്, ഫസ്റ്റ് പ്രിൻസിപ്പിൾ. ഇനി രണ്ടാമത്തെ പ്രിൻസിപ്പിൾ എന്താണ്? ഇറ്റ് വാസ് ദ മോറൽ ഡ്യൂട്ടി ഓഫ് ദ സ്റ്റേറ്റ് ടു പ്രൊവൈഡ് ഹെൽത്ത് കെയർ ടു ദ പീപ്പിൾ. എന്തായിട്ട് മാറി? സ്റ്റേറ്റിന്റെ ഒരു പ്രധാന ഡ്യൂട്ടി ആയിട്ട്, മോറൽ ഡ്യൂട്ടി ആയിട്ട് മാറി എന്ത്? എല്ലാവർക്കും ഹെൽത്ത് കെയർ കൊടുക്കുക എന്നത്. ഇനി രണ്ടാമത്തെ ഫേസിലോട്ട് വരുമ്പോ സെക്കൻഡ് ഫേസിന്റെ എന്താണ് അതിന്റെ ഇയർ എന്ന് പറഞ്ഞാല് 1983 to 2000 ആണ്. ഇനി 1983 ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? ഹെൽത്ത് കെയർ നാഷണൽ ഹെൽത്ത് പോളിസി പ്രൊക്ലൈംഡ് അല്ലെ, എസ്റ്റാബ്ലിഷ് ചെയ്തത് എന്താണ്? 1983 മറക്കരുത്, ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്. ടെക്സ്റ്റ് ഇല്ലാത്തവരെ ലെക്ചർ നോട്ട് ആയിട്ട് നിർബന്ധമായിട്ടും എഴുതി വെക്കാം കേട്ടോ.
നാഷണൽ ഹെൽത്ത് പോളിസി വന്നിരിക്കുന്നത് 1983 ആണ്. അതുപോലെ തന്നെ ആ 1983 കാലഘട്ടത്താണ് സ്റ്റേറ്റിന്റെ ഒരു പ്രധാന ഡ്യൂട്ടി ആയിട്ട് മാറിയത് എല്ലാവർക്കും ഹെൽത്ത് കെയർ കൊടുക്കുക എന്നത്. ഇനി അതിനുശേഷം ഗവൺമെന്റ് സ്ഥാപനങ്ങളായിരുന്നു അത്രയും നാള് ഹെൽത്ത് കെയർ കൊടുത്തിരുന്നത്. ഇനി അവർക്ക് എക്കണോമിക് പ്രോബ്ലംസ് വന്നു, അതുപോലെ തന്നെ എംപ്ലോയീസ് അത്രയധികം ഇല്ലാത്തതിന്റെ ഒരു പ്രോബ്ലംസ്, അതിന്റെ ഒരു അഭാവം വന്നത് കൊണ്ട് തന്നെ അവരെന്ത് ചെയ്തു, ഗവൺമെന്റ് സെക്ടേഴ്സ് പ്രൈവറ്റ് സെക്ടേഴ്സിനെ കൂടി കമ്പൈൻ ചെയ്തുകൊണ്ട് ഹെൽത്ത് കെയർ കൊടുക്കാനായിട്ട് തുടങ്ങി. ക്ലിയർ ആയോ? അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ്. ഈ മെഡിക്കൽ ക്യാമ്പുകൾ ചെറിയ ചെറിയ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ അവർക്ക് ഹെൽത്ത് കെയർ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ എന്ത് ചെയ്തു, ഇങ്ങനെയുള്ള മെഡിക്കൽ ക്യാമ്പുകൾ നടത്താനായിട്ട് തുടങ്ങി ആ കാലഘട്ടത്തിൽ. ഇനി നെക്സ്റ്റ് പറയുന്നത് എന്താണ്, തേർഡ് ഫേസിൽ പറയുന്നത് പോസ്റ്റ് 2000. ഓക്കെ, 2000 മുതൽ ഇന്ന് വരയ്ക്ക് നിൽക്കുന്ന കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ് ആ ഫേസിൽ പറയുന്നത്. നമ്മൾ പഠിച്ചു എന്താണ്, ഹെൽത്ത് കെയർ പ്രൈവറ്റും പബ്ലിക്കും കൂടിയാണ് ജനങ്ങൾക്ക് കൊടുക്കാനായിട്ട് തുടങ്ങിയത് അല്ലെ. അപ്പൊ എന്താണ് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് പ്രൈവറ്റ് ആൻഡ് പബ്ലിക് പാർട്ണർഷിപ്പിലോട്ട് വന്നു. ഇനി എന്താണ് ഇൻഷുറൻസ് സർവീസുകൾ, ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ കവറേജുകളൊക്കെ ജനങ്ങൾക്ക് കൊടുക്കാനായിട്ട് തുടങ്ങി അല്ലെ. ലിബറലൈസേഷൻ ഓഫ് ഇൻഷുറൻസ് സെക്ടർ, അതിന് ഉദാഹരണമാണ് RSBY കാർഡുകള്, അങ്ങനെയുള്ള എക്സാമ്പിളുകൾ അതിൽ നമുക്ക് എഴുതാൻ പറ്റും. അതുപോലെ തന്നെ ഗവൺമെന്റ് ആസ് എ ഫിനാൻഷ്യൽ, എന്താണ് ഇങ്ങനെയുള്ള ഇൻഷുറൻസുകൾ കിട്ടുന്നത് എങ്ങനെയാണ്, ഗവൺമെന്റിൽ നിന്നാണ് അല്ലെ. ഗവൺമെന്റ് ആണ് എന്ത് കൊടുക്കുന്നത്, ഇൻഷുറൻസ് കൊടുക്കുന്നത്. അപ്പൊ ഗവൺമെന്റ് എന്തായിട്ട് മാറി, ആസ് എ ഫിനാൻഷ്യൽ ആയിട്ട് മാറി. 3 കാര്യങ്ങളാണ് ആ തേർഡ് ഫേസിൽ വരുന്നത്. ഇനി ഒന്ന് വായിച്ചു നോക്കിയേ 3 ഫേസും. കാണുന്നുണ്ടോ? സ്ക്രീൻ വലുതാക്കണോ? ഓക്കെ, ക്ലിയർ ആണോ 3 ഫേസും? നെക്സ്റ്റ് നോക്കാം.
the healthcare infrastructure in rural area being developed as a three-type system. അപ്പോ ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ ആ ത്രീ ടൈപ്പ് സിസ്റ്റം ആണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഇമ്പോർട്ടൻസ് ആണ് മൂന്ന് ത്രീ ടൈപ്പ് സിസ്റ്റം എന്ന് പറയുന്നത്. ഫസ്റ്റ് സിസ്റ്റം എന്താണ്? സബ് സെന്റർ. സെക്കൻഡ് എന്ന് പറയുന്നത് പ്രൈമറി ഹെൽത്ത് സെന്റർ. തേർഡ് വൺ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി സബ് സെന്റർ എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റുമല്ലോ. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. മനസ്സിലായോ? വായിച്ചപ്പോ ഓക്കെ, ആർക്ക് പറയാൻ പറ്റും? ആരെങ്കിലും ഒരാളും പറഞ്ഞു നോക്കോ എന്താണ് സബ് സെന്റർ എന്ന്? യെസ്, സബ് സെന്റർ ഹെൽത്ത് കെയർ സെന്റർ ആണ്. മിസ് പറഞ്ഞുതരാം, എഴുതി തരാം. ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കിയേ സബ് സെന്റർ എന്താണെന്ന്. മിസ് പറഞ്ഞോ? ഓക്കെ, നിങ്ങൾക്ക് പറയാൻ പറ്റില്ല? എന്തെങ്കിലും ഒരു പോയിന്റ് പറയാൻ പറ്റില്ലേ അതിനകത്ത്? ഓക്കെ, എന്തായാലും വായിച്ചപ്പോ മനസ്സിലായേ. സബ് സെന്റർ എന്ന് പറയുന്നത് എന്താണ്? അവിടെ ബേസിക് ആയിട്ടുള്ള പ്രൈമറി കെയർ ആണല്ലേ കൊടുക്കുന്നത്, അല്ലേ? ആണോ? എന്താണ്? ഇൻ റൂറൽ ഏരിയ ഹെൽത്ത് സബ് സെന്റേഴ്സ് മേക്ക് അപ്പ് ദ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബേസിക് ഓഫ് പ്രൈമറി കെയർ. പ്രൈമറി കെയർ ആണ് അവിടെ കൊടുക്കുന്നത്, അല്ലെ? ഇറ്റ് ടിപ്പിക്കലി പെർഫോം ബേസിക് മെഡിക്കൽ സർവീസസ്. ഈ എന്തൊക്കെ സർവീസസുകളാണ് അവിടെ കൊടുക്കുന്നത്? ഇമ്മ്യൂണൈസേഷൻ. എന്താണ് ഇമ്മ്യൂണൈസേഷൻ എന്ന് പറഞ്ഞാല്? എന്താ ഇമ്മ്യൂണൈസേഷൻ? കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ കൊണ്ടുപോയിട്ട് കുത്തിവയ്പ്പ് എടുക്കാറുണ്ടല്ലേ, അതാണ് ഇമ്മ്യൂണൈസേഷൻ, വാക്സിനേഷൻ. ഇനി ആൻഡ് റഫറൽ സബ് സെന്റേഴ്സ് ആർ യൂഷ്വലി ടെമ്പററി സെക്ടർ, അല്ലെ? ടെമ്പററി ആണല്ലേ, സെക്ടർ അല്ല, സോറി, സ്ട്രക്ചർ. ടെമ്പററി സ്ട്രക്ചർ ആണ്. നിങ്ങളുടെ അടുത്തുള്ള ഹെൽത്ത് സെന്റർ ഒക്കെ എന്നും തുറക്കോ? ഓപ്പൺ ആയിരിക്കോ? ഇല്ല, ആഴ്ചയില് 2 ദിവസം ആണോ തുറക്കോ? ഹർഷിക, ഇല്ല. ഹെൽത്ത് സെന്റേഴ്സ് ശ്രദ്ധിച്ച് നോക്കിക്കോളൂ. ആഴ്ചയിൽ ചിലപ്പോ 2 ദിവസങ്ങളിൽ, ചിലപ്പോ ബുധനാഴ്ചയോ അല്ലെങ്കിൽ ശനിയാഴ്ചയോ ഒക്കെയാണ് ഓപ്പൺ ആയിരിക്കുന്നത് കേട്ടോ. ശ്രദ്ധിച്ചു നോക്കാം. അതുപോലെ തന്നെ എന്താണ്? എംപ്ലോയിങ് 1-2 കെയർ വർക്കേഴ്സ് ഇൻ മോസ്റ്റ് ലൊക്കേഷൻ. എന്താണ് അവിടെ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സ് എത്ര പേരുണ്ടാവുന്നുണ്ട്? 1-2 കെയർ വർക്കേഴ്സ് ആയിരിക്കും. ആൻഡ് ഈച്ച് sub center and supposed to provide indispensable for up to 5,000 individuals. ഇനി എന്താണ് അവിടെ ഈ ഹെൽത്ത് സെന്റർ ആണ് സബ് സെന്റർ എക്സാമ്പിൾ. അപ്പൊ ഹെൽത്ത് സെന്ററില് എത്ര പേർക്കാണ് സേവനം ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എത്ര പീപ്പിൾസിന് നമുക്ക് സർവീസ് കൊടുക്കാൻ പറ്റും എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. 5,000 പീപ്പിൾസിന് മാത്രമാണ് അവിടെ സേവനം കൊടുക്കാൻ പറ്റുള്ളൂ എന്താണ് അവിടെ പറയുന്നത്. അത്ര ചെറിയതായിരിക്കും അല്ലെ ഹെൽത്ത് സെന്റേഴ്സ് ഒക്കെ നമുക്കറിയാം അല്ലെ. അപ്പോ മാക്സിമം ഒരു 5,000 പേർക്കാണ് സേവനം ചെയ്യാൻ പറ്റുള്ളൂ. The sub-centers are complemented by community health workers under supervision of these sub-centers. ഇനി എന്താണ് ഇങ്ങനെ ഈ കമ്മ്യൂണിറ്റി ഹെൽത്ത് വർക്കേഴ്സ് നമ്മൾ പഠിക്കും.
കമ്മ്യൂണിറ്റി ഹെൽത്ത് വർക്കേഴ്സിന്റെ അണ്ടറിൽ അവരാണ് ഈ സബ് സെന്ററിനെ സൂപ്പർവൈസ് ചെയ്യുന്നത്, മേൽനോട്ടം വഹിക്കുന്നത്. അത്രയും കാര്യങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഹെഡിങ് കൊടുക്കുക, സബ് സെന്റർ. ടെക്സ്റ്റ് കുറച്ച് വെറുതില്ലാത്തവരുണ്ടല്ലോ, ജസ്റ്റ് പോയിന്റ്സ് ആയിട്ട് മിസ് ചെയ്ത് തരാം, അതൊന്ന് പഠിച്ചാൽ മതി നിങ്ങൾ. ഓക്കെ, ഹെഡിങ് കൊടുക്കാം, സബ് സെന്റർ. First point, it provide basic primary care. It provide basic primary care. Basic primary care. Second point, it provides basic medical services. It provides basic medical services like immunization. Like immunization. രണ്ട് പോയിന്റും എല്ലാവർക്കും കിട്ടിയോ? ആർക്കെങ്കിലും കിട്ടാത്തതോ സ്പെല്ലിങ്ങോ എന്തെങ്കിലും? ഓക്കെ, ഞാൻ എഴുതി തരാത്തേ, റെക്കോർഡിംഗ് ക്ലാസ് കാണുന്നവർക്ക് അത് കിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ടൈപ്പ് ചെയ്യാത്തത് കേട്ടോ. ഓക്കെ, ഇനി തേർഡ് പോയിന്റ് നോക്കാം. തേർഡ് പോയിന്റ് എഴുതാം. ഇറ്റ് ഈസ് എ ടെമ്പററി സ്ട്രക്ചർ. നമ്മൾ പഠിച്ചല്ലേ, ഇറ്റ് ഈസ് എ ടെമ്പററി സ്ട്രക്ചർ. It is a temporary structure. Next point, employing. ഒന്നുകൂടി മിസ് വായിക്കാം കേട്ടോ, ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് മിസ് ഒന്നും കൂടി വായിച്ചു തരാം. ഓക്കെ, എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നെക്സ്റ്റ് പോയിന്റ്, employing 1-2 care workers. 1-2 care workers. ഇതിലെ പോയിന്റ് തന്നെയാണ് ചെറുതാക്കി പറയുന്നത്. Employing 1-2 care workers. Last point, it serve. Serve spelling പറയാം, SERVE. Serve. It serve 5,000 people. It served 5,000 people. SERVE. Serve. It served 5,000 people. ഒന്നുകൂടി മിസ് വായിക്കാം. 5 പോയിന്റ് ആണ് പറഞ്ഞത്. ഫസ്റ്റ് പോയിന്റ് ഒന്നുകൂടി വായിക്കാം. It provide basic primary care. It provide basic medical service like immunization. It is a temporary structure. Employing 1-2 care workers. It serve 5,000 people. നമ്മൾ പറഞ്ഞത് തന്നെയാണ് അല്ലെ സബ് സെന്റർ എന്ന് പറഞ്ഞാല്. ഇനി ഒരു എക്സാമ്പിളും എഴുതിക്കോളൂ കേട്ടോ. ഹെൽത്ത് സെന്റേഴ്സ്. ഹെൽത്ത് സെന്റർ ആണ് സബ് സെന്ററിന് എക്സാമ്പിൾ. ഓക്കെ, അതുകൂടി ജസ്റ്റ് ഒന്ന് കുറിച്ച് വെച്ചോളൂ. ഓക്കെ, സബ് സെന്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് പ്രൊവൈഡ്സ് ബേസിക് പ്രൈമറി കെയർ ആണ് അല്ലെ. പ്രൈമറി ബേസിക് ആയിട്ടുള്ള പ്രൈമറി കെയർ ആണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ അവിടെ എന്താണ് മെഡിക്കൽ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ. ഇമ്മ്യൂണൈസേഷൻ നമ്മൾ കുഞ്ഞുങ്ങളെ കൊണ്ട് പോവാറുണ്ട് അല്ലെ, കുത്തിവെപ്പുകൾ എടുക്കുമ്പോ അല്ലെ. 5 വയസ്സിന്റെ 10 വയസ്സിന്റെ 15 വയസ്സ് അതുപോലെ തന്നെ ജനിച്ച കുട്ടികൾക്കായാലും നമ്മൾ എടുക്കാറുണ്ട്. ഓക്കെ, അപ്പോ ഇമ്മ്യൂണൈസേഷൻ സർവീസുകൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടെമ്പററി സ്ട്രക്ചർ ആണ്. ആഴ്ചയിൽ ടെമ്പററി എന്ന് പറയുമ്പോൾ ആഴ്ചയിൽ 2 ദിവസം മാത്രമാണ് ഇത് ഓപ്പൺ ആകുന്നത്. ഓക്കെ, എല്ലാ ദിവസവും തുറക്കുന്നില്ല, ഓപ്പൺ ആക്കുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത് ടെമ്പററി സ്ട്രക്ചർ ആണ്. പിന്നെ അവിടെ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? 1-2 കെയർ വർക്കേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ അവിടെ സേവനം ചെയ്യുന്ന പീപ്പിൾസ് എത്രയാണ്?
വൈറ്റമിൻ എ ഒക്കെ കൊടുക്കാറുണ്ട്, നമ്മൾ വൈറ്റമിൻസ് ഒക്കെ കൊടുക്കാറുണ്ട്, കുഞ്ഞുങ്ങൾക്ക് കൊണ്ടുപോയിട്ട് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഇറ്റ് സെർവ് 5000 പീപ്പിൾ, 5000 പേർക്കാണ് അവിടെ സേവനം ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് സബ് സെന്ററുമായിട്ട് ബന്ധപ്പെട്ടത്. എക്സാമ്പിള് ഹെൽത്ത് സെന്റർ. ഓക്കെ, ഇനി പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് വായിച്ചോ? എന്തെങ്കിലും മനസ്സിലായോ? പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സിന് എന്താ മനസ്സിലായേ? പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് എന്ന് പറഞ്ഞാല് മനസ്സിലായില്ലേ? ഫൈവ് ബെഡ്സ് ഉണ്ടാവും. ഓക്കെ, വെരി ഗുഡ്. പിന്നെ 1 to ക്വാളിഫൈഡ് ഡോക്ടേഴ്സ് ഉണ്ടാവും. പിന്നെ എന്തൊക്കെ മനസ്സിലായി? ഓക്കെ, 6 സബ് സെന്റേഴ്സിന് ഇൻചാർജ് വഹിക്കുന്നുണ്ട് PHC എന്ന് പറയും. ഓക്കെ, 30,000 പേർക്ക് സേവനം ചെയ്യാം അല്ലെ? ഓക്കെ, പിന്നെ എന്തെങ്കിലും മനസ്സിലായോ? ഔട്ട് പേഷ്യന്റ് സർവീസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ഇത്തരം കാര്യങ്ങൾ തന്നെയാണ് അതിനകത്ത് വരുന്നത് അല്ലെ? 40 പാരാമെഡിക്കൽ സ്റ്റാഫ് അല്ലെ സപ്പോർട്ടിംഗ് സ്റ്റാഫുകളുണ്ടാവും. ഇൻപേഷ്യന്റ് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതിനകത്തുള്ളത് അല്ലെ? പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രം, അതിനെയാണ് നമ്മള് PHC എന്ന് പറയുന്നത് കേട്ടോ. അതിന്റെ ഷോർട്ട് ഫോം ആണ്, അണ്ടർലൈൻ ചെയ്യാം. ഇനി PHCയുടെ ഫുൾ ഫോം എക്സ്പാൻഡ് PHC എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നാവോ എന്ന് ഓർത്തിരിക്കരുത്. PHC എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് ആണ്, പ്രാഥമിക ആരോഗ്യ കേന്ദ്രം. ഇനി അവിടെ എന്താണ്? 5 ബെഡ്സുകൾ ഉണ്ടാവും അല്ലെ? ഒരു ചെറിയ ഹോസ്പിറ്റൽ, ചെറുതായിരിക്കും. അതുപോലെ തന്നെ 5 ബെഡ്സുകളാണ് അവിടെ ഉണ്ടാകുന്നത്. അതുപോലെ 1 to ക്വാളിഫൈഡ് ഡോക്ടേഴ്സ് ആൻഡ് 40 പാരാമെഡിക്കൽ സ്റ്റാഫ് ആൻഡ് സപ്പോർട്ടിംഗ് സ്റ്റാഫ് ഉണ്ടാവും. ഇനി എന്താണ്? PHC is typically the referral unit for the sub-central cluster of about 6 primary health centers. PHC are in charge of 6 sub-centers. Okay, underline ചെയ്ത് വെക്കാം കേട്ടോ. 6 sub-centerന്റെ ഇൻചാർജ് ആര് വഹിക്കുന്നുണ്ട്? ഈ PHC വഹിക്കുന്നുണ്ട്. In addition, outpatient treatment, most PHCs facilitate inpatient treatment with 4 to 6 beds. അപ്പോ ഇൻപേഷ്യന്റ് ഔട്ട്പേഷ്യന്റ് ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്നുണ്ട്. ഔട്ട്പേഷ്യന്റ് ആണ് ശരിക്കും കൊടുക്കുന്നത്. ഈ ഇൻപേഷ്യൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ വയറിളക്കം വന്നിട്ട് അല്ലെ, ഭയങ്കര ഡൗൺ ആയി പോയി കഴിഞ്ഞാൽ ട്രിപ്പിട്ടൊക്കെ നമ്മളൊക്കെ എടുക്കാറുണ്ട് അല്ലെ, ഇല്ലേ? അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോ പേഷ്യൻസിനെ എടുത്ത് ചികിത്സിക്കുന്ന ഒരു കേന്ദ്രമാണിത് PHC എന്ന് പറയുന്നത്. അവിടെ എന്താണ്? അറ്റ്ലീസ്റ്റ് ഒരു 6 ബെഡ്സുകൾ ഉണ്ടാവുള്ളൂ. അപ്പൊ അത്രയും പേഷ്യൻസ് വന്നാലൊക്കെ എടുക്കാനുള്ള സൗകര്യം അവിടെ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇനി ആസ് പെർ ദി പ്ലാൻ PHC സെർവ് 30,000 പീപ്പിൾ, 30,000 പീപ്പിൾസിനെ സേവനം ചെയ്യാനുള്ള സൗകര്യമാണ് ഇവിടെ ഉണ്ടാകുന്നത്.
PHC-ല് പ്രൈമറി ഹെൽത്ത് സെന്ററിൽ ഉണ്ടാകും. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്താട്ടോ. PHC പ്രൈമറി ഹെൽത്ത് സെന്റർ. സിമ്പിൾ ആയിട്ട് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം, നമുക്ക് പഠിക്കാനായിട്ട് എളുപ്പമായിരിക്കും. ഫസ്റ്റ് പോയിന്റ്, PHCs primary health centers are usually small about 5 beds. About 5 beds. About 5 beds. PHCs are usually small, about 5 beds. രണ്ടാമത്തെ സെന്റൻസ്, 1-2 qualified doctors. 1-2 qualified doctors. Qualified doctors. Third sentence, third point, 14 paramedics. 14 paramedics and supporting staffs. And supporting staffs. Next point, PHC are in charge of 6 sub-centers. 6 sub-centers. Next point, it provide outpatient and inpatient services. Outpatient and inpatient services. Last point, it serve 30,000 people. It serve 30,000 people. ഒന്നുകൂടി ഫസ്റ്റ് തുടങ്ങി പോയിന്റ് വായിക്കാം. PHCs are usually small, about 5 beds. 1-2 qualified doctors. 14 paramedics and supporting staffs. PHCs are in charge of 6 sub-centers. It provides outpatient and inpatient services. It serves 30,000 people. Example, പ്രാഥമിക ആരോഗ്യ കേന്ദ്രം. അതൊക്കെ ജസ്റ്റ് നോട്ട് ചെയ്യാം കേട്ടോ. ക്ലിയർ ആണോ? സബ് സെന്റർ എന്താണ്, PHC എന്താണ്, ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് ആണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ്. ഒന്ന് വായിച്ചു നോക്കിയേ, എന്തൊക്കെ പോയിന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞേ. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ്. കിട്ടിയോ? എന്തൊക്കെ പോയിന്റ്സ് ആണ് അതിനകത്ത് പറയുന്നത്? എന്താണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ് എന്ന് പറഞ്ഞാല്? ബേസ്ഡ് ഓൺ സെക്കൻഡറി സെന്റർ ആണ്. ഓക്കെ, പിന്നെ ഓക്കെ, മിനിമം 30 ബെഡ്സ് ഉണ്ടാവും. ഫോർ PHCയുടെ എന്ത് ചെയ്യുന്നുണ്ട്? ഓക്കെ, സെർവ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്? ഫെസിലിറ്റീസ് ഉണ്ടല്ലേ, സ്പെഷ്യലൈസ്ഡ് സർവീസസ് കൊടുക്കുന്നുണ്ട് അല്ലെ. കുറെ ഫെസിലിറ്റീസ് കൊടുക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? ഓപ്പറേഷൻ തിയേറ്റർ, ലബോറട്ടറി, എക്സ്റേ ഫെസിലിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്? ഒരു കാര്യം കേട്ടല്ലോ ലാസ്റ്റ്, ഫോർ മെഡിക്കൽ സ്പെഷ്യലിസ്റ്റ് ഉണ്ട് അല്ലെ.
Team of the 4 medical specialists. ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഓക്കെ, അതിന് എക്സാമ്പിൾ ആണ് ഗവൺമെന്റ് താലൂക്ക് ഹോസ്പിറ്റൽസ്. ഇല്ലേ, നമ്മൾ കാണാറുണ്ടല്ലേ, നമ്മൾ പോവാറുണ്ടാവും. ഓക്കെ, അപ്പൊ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സിന് എക്സാമ്പിൾ ആണ് ഗവൺമെന്റ് താലൂക്ക് ഹോസ്പിറ്റൽ. ഓക്കെ, ജസ്റ്റ് ഒന്ന് എഴുതാം നമുക്ക്. ഫസ്റ്റ് പോയിന്റ് എഴുതാം, സെക്കൻഡറി സെക്ടർ ഓഫ് Indian healthcare system. Secondary sector of Indian healthcare system. Secondary sector of Indian healthcare system. Next എന്താണ്? CHC serve CHC community health centers serve for PHC. CHC serve for PHC. CHC serve for PHC. Next point, it serve 1,20,000 people. It serve 1,20,000 people. 1,20,000 people. Next point, it supported to have at least 30 births. Operation theatre, laboratory, X-ray are available in CHC. It's supported to have at least 30 birds. Operation theatre, laboratory, X-ray are available in CHC. Last point, the team of 4 medical specialists. The team of 4 medical specialists. Okay, example കൂടി just ഒന്ന് എഴുതി വെക്കാം. Government താലൂക്ക് hospitals. അതേ ടെക്സ്റ്റിലുള്ള പോയിന്റ്സ് ആണ്. ജസ്റ്റ് നിങ്ങൾക്ക് ടെക്സ്റ്റ് ഇല്ലാത്തവരുണ്ടെന്ന് പറഞ്ഞു, അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മിസ് പറഞ്ഞതാണ് കേട്ടോ, എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നോട്ട് തരില്ല, ജസ്റ്റ് മിസ് ഇപ്പോ ടെക്സ്റ്റിൽ കുറച്ച് പേര് ടെക്സ്റ്റ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ നോട്ടായിട്ട് പറഞ്ഞത്. ടെക്സ്റ്റിലുള്ള പോയിന്റ്സ് തന്നെയാണ് കേട്ടോ. ഓക്കെ, ഇനിയിപ്പോ ടെക്സ്റ്റ് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള നോട്ടൊന്നും തരില്ല, ജസ്റ്റ് നിങ്ങൾ പഠിച്ചാൽ മതി കേട്ടോ. 5ാമത്തെ പോയിന്റ് പറയുന്നു, the team of 4 medical specialists. PHCയുടെ എക്സാമ്പിൾ എന്ന് പറയുന്നത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം. ഏതിന്റെയാണ് 4th പോയിന്റ്? CHC ആണോ? It's supported to have at least 30 beds. Operation theatre, laboratory, X-ray are available in CHC. Okay. ജസ്റ്റ് ഒന്ന് മിസ് ഇങ്ങനെ എഴുതിച്ചതാണ്, ടെക്സ്റ്റ് കിട്ടാത്തവർക്ക് വേണ്ടിയിട്ട്, അവർക്ക് ഇത്തിരി ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് എഴുതിച്ചതാണ്. നെക്സ്റ്റ് ടോപ്പിക് തുടങ്ങി നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് പഠിച്ചാൽ മതി കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ് മൂന്ന് കാര്യങ്ങളും. സബ് സെന്റർ എന്താണ്, PHC എന്താണ്, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ എന്താണെന്ന് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കാം കേട്ടോ. എക്സ്പാൻഡ് ഫോം ചോദിക്കാം, അതുപോലെ ഇങ്ങനെയുള്ള പോയിന്റ്സുകൾ ഓർത്ത് വെച്ചാൽ മതി. സേഫ് പോയിന്റ്സ് നിർബന്ധമായിട്ടും പഠിക്കാം. ഓക്കെ ആണോ? ഇത്രയും പേരെ ക്ലാസ് എടുത്തത് ക്ലിയർ ആണോ?
ഓക്കെ, ഇത്രയും വരെ എടുക്കുന്നുള്ളൂ. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. നെക്സ്റ്റ് ഡയഗ്രാം ആണ് പഠിക്കേണ്ടത് നമുക്ക്. അതൊക്കെ നിങ്ങളൊന്ന് ഓർത്ത് വെച്ച് പഠിക്കാം. ഡയഗ്രാം ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് ക്ലാസ് തൊട്ട് നമുക്ക് എടുക്കാം. അല്ലെങ്കിൽ അത് പറയാനായിട്ട് ഇതിൽ കുറച്ചുണ്ട് ഡയഗ്രാം. സെക്കൻഡ് പോയിന്റ്, CHC sir for PHC. CHC sir for PHC. ഓക്കെ ആണോ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? ക്ലിയർ അല്ലേ? അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ഇത്രയും വായിച്ച് പഠിച്ചിട്ട് വരാം കേട്ടോ. ഓക്കെ, താങ്ക് യു.